അച്ഛന്മാരുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി കൂടുതലാണെന്ന്. കാരണം എല്ലായിടത്തും അമ്മമാരാണ് കുഞ്ഞുങ്ങളുടെ കൂടെ പലപ്പോഴും സമയം കിട്ടാറ്. മൊബൈൽ ഇങ്ങനെ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരുന്നാൽ ബുദ്ധി വരെ കുറയുമെന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളുണ്ടാവുന്നെങ്കിൽ കുഞ്ഞുങ്ങളെപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ട് ആയിരിക്കണം കുഞ്ഞുങ്ങളുണ്ടാവുന്നത്. ഒന്നാമത്തെ കാര്യം, കുഞ്ഞുങ്ങളെ നോക്കാൻ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ ക്വാളിറ്റി ടൈം എപ്പോഴും പ്രൊവൈഡ് ചെയ്യണം. അമ്മ തിരക്കാണ്, അച്ഛൻ തിരക്കാണ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ നോക്കാൻ നമുക്ക് പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സർവൻസിനെ വെക്കാമല്ലേ. പക്ഷേ എന്നാലും കുഞ്ഞുങ്ങളുടെ കൂടെ നമ്മൾ ഇടപഴകിയാൽ മാത്രമേ അവരുടെ ബ്രെയിൻ ഗ്രോത്ത് എല്ലാം കംപ്ലീറ്റ് ആവുകയുള്ളൂ. പല സ്ഥലങ്ങളും വായിച്ചു കേട്ടിട്ടുണ്ട്, അച്ഛന്മാരുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി കൂടുതലാണെന്ന്. കാരണം എല്ലായിടത്തും അമ്മമാരാണ് കുഞ്ഞുങ്ങളുടെ കൂടെ പലപ്പോഴും സമയം കിട്ടാറ്. അച്ഛന്മാർ കൂടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇടപഴകിയാൽ അവരുടെ ബുദ്ധിവികാസം കുറച്ചുകൂടെ വേഗത്തിലാകുന്നൊരു പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വാളിറ്റി ടൈം കുഞ്ഞുങ്ങളുടെ കൂടെ നമ്മളുടെ ഏത് തിരക്കുണ്ടെങ്കിലും നമ്മൾ ഒഴിവാക്കി വെക്കണം. അവരുടെ ഒരു ചെറിയ കളിയായിരിക്കും, ഒരു ബോൾ എറിഞ്ഞുള്ള കളിയായിരിക്കും. അത് അവർക്ക് വലിയ കാര്യമാണ്. നമുക്കത് ഒരു ബോൾ എറിയില്ലേ, നമുക്ക് വേറെ പേപ്പർ വായിക്കാനുണ്ട്, അല്ലെങ്കിൽ TV കാണാനുണ്ട്. അങ്ങനെയല്ല, അവർ ബോൾ എറിയുകയാണെങ്കിൽ അതിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ട് അവരുടെ കൂടെ തന്നെ കൂടണം. പിന്നെ എന്ത് കാര്യങ്ങളും കുഞ്ഞുങ്ങളോട് നമ്മൾ സംസാരിക്കണം. അത് മുതിർന്ന് വരുമ്പോഴേക്കും അവരുടെ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ വന്ന് പറയും. അപ്പോൾ നമ്മളതിന് ചെവി കൊടുക്കണം. അത് കേട്ടില്ലെങ്കിൽ 2 തവണ പറയും, 3 തവണ പറയും, 4ാമത്തെ തവണ അവർ പറയാതെയും. കുറച്ചുകൂടെ അഡോളസൻ്റൊക്കെ ആകുമ്പോൾ പിന്നെ ഇഷ്യൂസ് ആകും. അവർ നമ്മളോടൊന്നും പറയില്ല, വേറെ ആൾക്കാരോട് പറയും. അവരോട് കൂടുതൽ സ്നേഹം തോന്നും, ആൾക്കാർ അവരെ ചീറ്റ് ചെയ്യുക, അങ്ങനെ പലതരത്തിലേക്ക് പോകാൻ. അപ്പോൾ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കണം. സ്കൂളിലെ കാര്യങ്ങൾ അന്വേഷിക്കണം, കുട്ടികളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് അന്വേഷിക്കണം. അഡോളസൻ്റ് ഏജിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവരുടെ എല്ലാ കൂട്ടുകാരെ ആരൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ കൂട്ടുകാരുടെ പേരൻസിൻ്റെ നമ്പറൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം. എല്ലാവരുമായിട്ട് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എല്ലാം ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു പ്ലാസ്റ്റിക് പോലെയാണ്, ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. എല്ലാവരും ബിസിയാണ്, അമ്മമാരും വർക്കിംഗ് ആണ്. പക്ഷേ എന്നാൽ പോലും കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിന് കഴിവതും ഈ പുറത്തുള്ള ഫുഡ് ഒഴിവാക്കി നമ്മുടെ വീട്ടിലെ ഭക്ഷണം കൊടുക്കാനായിട്ട് നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലവർ പൈസ കൊടുത്തിട്ട് പോകും, നിങ്ങൾ അവിടുന്ന് കഴിച്ചോ ഇവിടുന്ന് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് ചിലപ്പോൾ നല്ല ഭക്ഷണമൊന്നും ആയിരിക്കില്ല, മൈദ കലർന്ന, അല്ലെങ്കിൽ ഉപ്പ് കലർന്ന, അല്ലെങ്കിൽ ഷുഗർ കൂടുതലുള്ള ഈ ജങ്ക് ഫുഡൊക്കെ ആയിരിക്കും കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ ആ ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങളുടെ വയറ്റിൽ എത്തിക്കാതെ കഴിവതും നമ്മൾ നോക്കണം. നമ്മളുടെ കൺട്രോളിലുള്ളപ്പോഴും മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കുഞ്ഞു പ്രായത്തിലെങ്കിലും നമ്മൾ ജങ്ക് ഫുഡ് ഒഴിവാക്കി വീട്ടിലുള്ള ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിവതും ശ്രമിക്കണം. കുഞ്ഞുങ്ങൾ കുറച്ച് മുതിർന്നു വരുമ്പോൾ അവർ പിന്നെ തന്നെ അവരുടെ ഇഷ്ടത്തിന് പോയി കഴിക്കും. അപ്പോൾ കഴിവതും ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കി ഭക്ഷണശീലങ്ങൾ, അങ്ങനത്തെ ഒരു ഭക്ഷണശീലം കുഞ്ഞിനുണ്ടാക്കണം. അതുപോലെ അവരുടെ ഒരു സ്ലീപ്പ് ഹൈജീൻ, കുട്ടികളെ നേരത്തെ ഉറങ്ങി ഒരു 10 മണിക്കൂറൊക്കെ ആദ്യത്തെ പ്രായങ്ങൾ ഒരു 1-2 വയസ്സൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു 10 മണിക്കൂറൊക്കെ ഉറക്കം വേണം, 2 വയസ്സുള്ള കുഞ്ഞിനൊക്കെ. അപ്പോൾ ഒത്തിരി രാത്രി വരെ കുഞ്ഞുങ്ങൾ ഇരിക്കുകയും അതുപോലെ രാവിലെ ഒത്തിരി വൈകി ഉണരുകയും അങ്ങനത്തെ ഒരു ശീലം നമ്മൾ പാടെ ഒഴിവാക്കണം. ഒരു സ്ലീപ്പ് ഹൈജീൻ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നേരത്തെ ഒരു 10 മണിക്കൂർ തന്നെ ഉറക്കം കിട്ടുക, നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളൊരു ശീലം കുട്ടികളിൽ വളർത്തിയെടുക്കണം. പഠിക്കുന്നതിനും അത് ഉപകരിക്കും. പിന്നെ ചിലവർ ചെയ്യും, ഹോളിഡേയ്സിൽ കൂടുതൽ കിടന്നോട്ടെ, ആ ശീലമൊന്നും അത്ര നല്ലതല്ല. എന്നും ഒരുപോലെ നമ്മുടെ പണ്ടത്തെ ആൾക്കാരെല്ലാം എന്നും രാവിലെ എഴുന്നേൽക്കുന്നവരാണ്. അപ്പോൾ അതുപോലത്തെ ഒരു ശീലം തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കണം. അതുപോലെ സ്ക്രീൻ ടൈം അധികം കൊടുക്കരുത്. എസ്പെഷ്യലി മൊബൈൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. മൊബൈൽ കൊടുത്താൽ കുഞ്ഞുങ്ങളുടെ മൊബൈൽ ഇങ്ങനെ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരുന്നാൽ ബുദ്ധി വരെ കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂറിലൊന്നും കൂടുതൽ, 1 മണിക്കൂറിലൊന്നും കൂടുതൽ ഒരിക്കലും ഒരു കുഞ്ഞിന് മൊബൈൽ കൊടുക്കരുത്. മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കാനായിട്ട് അനുവദിക്കരുത്. മൊബൈൽ കളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ശീലം അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. പലരും കുഞ്ഞുങ്ങൾ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് മൊബൈൽ അങ്ങോട്ട് കയ്യിൽ കൊടുത്തിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ അവരെന്തിനോ വേണ്ടി കഴിക്കുന്നു, അവരറിഞ്ഞുകൊണ്ടല്ല കഴിക്കുന്നത്, വിശപ്പറിഞ്ഞുകൊണ്ടല്ല, രുചി അറിഞ്ഞുകൊണ്ടല്ല കഴിക്കുന്നത്. അതിലും നല്ലത് എന്തെങ്കിലും കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നതാണ്, പണ്ടത്തെ അമ്മമാർ ചെയ്തിരുന്ന പോലെ. അപ്പോൾ അതിനുള്ള സമയം നമ്മൾ ഇന്നത്തെ മാതാപിതാക്കൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ. പിന്നെ ഉള്ളത് അതുപോലെ തന്നെ TV യിലും ഒത്തിരി നേരം TV കണ്ടുകൊണ്ടുള്ള ഭക്ഷണങ്ങളൊന്നും അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്.